നമസ്കാരം. നൈസ് TV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവിൽ വീട് കുത്തി തുറന്ന് ഇന്നോവ കാർ മോഷ്ടിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന പ്രതിഭോത്സവത്തിന് സമാപനമായി. കുന്നംകുളത്തെ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണം BOT വ്യവസ്ഥയിൽ പുനരാരംഭിച്ചു. കുന്നംകുളത്തെ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് RMP. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ നയന റോഡിൽ നടക്കുന്ന കാന നിർമ്മാണം അശാസ്ത്രീയമെന്ന് വ്യാപക പരാതി. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവിൽ വീട് കുത്തി തുറന്ന് ഇന്നോവ കാർ മോഷ്ടിച്ചു. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് താക്കോൽ കൈവശപ്പെടുത്തിയ ശേഷം ഇന്നോവ കാർ മോഷ്ടിച്ചു. പെരുമ്പിലാവ് താഴത്തേതിൽ നാസറിന്റെ ഇന്നോവ കാറാണ് മോഷണം പോയത്. നാസർ ഗൾഫിലാണ്. സ്കൂൾ അവധിയെ തുടർന്ന് കഴിഞ്ഞ മാസം നാട്ടിലെത്തിയ നാസർ ഭാര്യയെയും കുട്ടികളെയും ഗൾഫിലേക്ക് കൊണ്ടുപോയിരുന്നു. സമീപം താമസിക്കുന്ന സ്ത്രീയെ വീട് നോക്കാൻ ഏൽപ്പിച്ച ശേഷമാണ് കുടുംബം ഗൾഫിലേക്ക് പോയത്. വീട് നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീ രാത്രി വീടിന് മുൻവശത്തെ ലൈറ്റ് ഓൺ ചെയ്തു വെക്കാറുണ്ട്. ഇന്ന് രാവിലെ പതിവ് പോലെ ലൈറ്റ് ഓഫാക്കാൻ വന്നപ്പോഴാണ് വീട് കുത്തി തുറന്ന നിലയിലും ഇന്നോവ കാർ കാണാതായതും ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ഒരു ഭാഗം നീക്കി അടർത്തി മാറ്റി പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത്. വീടിനുള്ളിലെ പ്ലാസ്റ്റിക് പൂക്കൊട്ടയിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കാറിന്റെ താക്കോൽ കൈവശപ്പെടുത്തിയ ശേഷമാണ് മോഷ്ടാവ് കാർ കടത്തി കൊണ്ടുപോയിട്ടുള്ളത്. മോഷണത്തിന് മുമ്പ് വീട്ടിലെ വൈദ്യുത ബന്ധം ഫ്യൂസ് ഊരിവെച്ച് വിച്ഛേദിച്ചിരുന്നു. രാത്രി പെരുമ്പിലാവ് മേഖലയിൽ കനത്ത കാറ്റും മഴയും ഇടിവെട്ടും ഉണ്ടായിരുന്നു. ഇത് കാരണം വീട് കുത്തി തുറന്നതും കാർ സ്റ്റാർട്ടാക്കി പോകുന്നതും കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് അയൽക്കാർ പറഞ്ഞു. മോഷണ വിവരം അറിഞ്ഞ് കുന്നംകുളത്ത് നിന്ന് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. വീടിനുള്ളിൽ നിന്ന് മറ്റ് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി സൂചനയില്ല. ഗൾഫിലുള്ള നാസറും കുടുംബവും വീട്ടിലെത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന പ്രതിഭോത്സവത്തിന് സമാപനമായി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന പ്രതിഭോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പൽപ്പിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ഷിബു അന്തിക്കാട് അധ്യക്ഷനായിരുന്നു. കുന്നംകുളം AEO ശ്രീ P സച്ചിദാനന്ദൻ ക്യാമ്പ് അവലോകനം ചെയ്തു. SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീ VP ഷാജുദ്ദീൻ, NA രമേശൻ എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ശ്രീ M സുരേഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ചൊവ്വന്നൂർ BRCയിലെ BPO ശ്രീ ജോൺ B പുലിക്കോട്ടിൽ നന്ദി രേഖപ്പെടുത്തി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഗുണാത്മക നേട്ടങ്ങൾ സ്വായത്തമാക്കി പുത്തനുണർവിന്റെ പാതയിൽ അനുദിനം മുന്നേറുമ്പോൾ അക്കാദമിക വികസനത്തിനോടൊപ്പം കുട്ടികളുടെ സർഗശേഷിയും പ്രോത്സാഹിപ്പിക്കാനാണ് ഗവൺമെന്റ് പ്രതിഭോത്സവം എന്ന പേരിൽ കലാപരിപാടികളുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ പ്രതിഭോത്സവമാണ് കഴിഞ്ഞ 5 ദിവസമായി പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത്. എന്തായാലും ഇവിടെ പ്രതിഭകളായി തെരഞ്ഞെടുത്ത നിങ്ങളുടെ ശേഷികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏത് ശേഷിയാണ് ഉള്ളത്, ഏതിലാണ് പ്രാഗൽഭ്യം നേടേണ്ടത് എന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടുന്ന പരിശീലനം നൽകുവാൻ SSA തീർച്ചയായും അതിനുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അന്നത്തെ ഈ പ്രതിഭോത്സവത്തിന്റെ സമാപന സമ്മേളനം സന്തോഷസമേതം നിങ്ങൾക്ക് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. കുന്നംകുളത്തെ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണം BOT വ്യവസ്ഥയിൽ പുനരാരംഭിച്ചു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണം BOT വ്യവസ്ഥയിൽ നിലവിലുള്ള കരാറുകാരന് നൽകുന്നതിനെ ചൊല്ലി നടന്ന വോട്ടെടുപ്പിൽ വിമത കോൺഗ്രസ് വിഭാഗം CPM-നെ പിന്തുണച്ചു. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്ത 32 പേരിൽ 21 വോട്ടുകൾ അനുകൂലിച്ചും 11 വോട്ടുകൾ എതിർത്തും രേഖപ്പെടുത്തി. UDF-ൽ ഭിന്നിപ്പുണ്ടാക്കിയ വോട്ടെടുപ്പിൽ 2 CMP അംഗങ്ങളും 1 കോൺഗ്രസ് അംഗവും 2 BJP അംഗങ്ങളും ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. CPM ഭരണസമിതി ഭരണമേറ്റെടുത്ത ശേഷം ആദ്യമായി നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസ്, BJP, RMP അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. CMP-യിലെ MK ജയസിംഗ്, മോഹിനി ഷാജൻ, BJP-യിലെ ഗീത ശശി, ശ്രീജിത്ത് ആവേൻ, കോൺഗ്രസിലെ മിനി മോൺസി എന്നിവരാണ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്ത CPM-ലെ 15 പേരും കോൺഗ്രസ് വിമത വിഭാഗത്തിലെ 6 പേരും അജണ്ടയെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ BJP-യിലെ 5-ഉം RMP-യിലെ 3-ഉം കോൺഗ്രസിലെ 3 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. 2010-ൽ CPM ഭരണസമിതിയുടെ കാലത്താണ് നഗരസഭയുടെ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണത്തിന് BOT വ്യവസ്ഥയിൽ അൽകോം പ്രൊജക്ട് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയത്. 2011-ൽ സ്ഥലം കൈമാറി.
കരാർ വ്യവസ്ഥ പ്രകാരം 2014 മാർക്കറ്റ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു നിബന്ധന. 36 വർഷവും 11 മാസവും തുറക്കുളം മാർക്കറ്റ് കമ്പനി നടത്തും. 7 ലക്ഷം രൂപ പ്രതിവർഷം വർധനവോടെ നഗരസഭയ്ക്ക് നൽകണമെന്നാണ് BOT കരാർ വ്യവസ്ഥ. എന്നാൽ 2014 മാർക്കറ്റ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല. 2015 UDF ഭരണസമിതി കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുത്തു. കരാർ നീട്ടിക്കൊടുത്തെങ്കിലും കമ്പനി യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയില്ല. 70% നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്ന് അവകാശപ്പെടുന്ന കമ്പനിയുമായുള്ള അഗ്രിമെന്റ് നഗരസഭ റദ്ദാക്കിയിരുന്നില്ല. CPM ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ ഭരണ തുടർച്ചയെന്ന നിലയ്ക്ക് തുറക്കുളം മാർക്കറ്റ് നിർമ്മാണം വീണ്ടും സജീവമായി. നഗരസഭാ കൗൺസിൽ സബ് കമ്മിറ്റി ആൽക്കോ കമ്പനിയുമായും കൺസൾട്ടൻസി ഏജൻസിയായ ICICI കിൻഫ്ര പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തി. ഇതിനു പുറമെ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ IV പ്രമോദുമായും ചർച്ച നടത്തി. സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നിയമോപദേശ പ്രകാരം ഈ വിഷയത്തിൽ നഗരസഭാ കൗൺസിലിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ നിയമോപദേശ പ്രകാരമാണ് നിലവിലുള്ള കമ്പനിക്ക് BOT വ്യവസ്ഥ പ്രകാരം തുറക്കുളം മാർക്കറ്റ് നിർമ്മാണം പൂർത്തീകരിക്കാൻ അനുമതി നൽകാൻ തീരുമാനിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ വൈസ് ചെയർമാൻ PM സുരേഷ്, കൗൺസിലർമാരായ KA അസീസ്, ബിജു സി ബേബി, PI തോമസ്, ഷാജി ആലിക്കൽ, KK മുരളി, സോമൻ ചെറുകുന്ന്, PK ബിനീഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. എന്തിനാണ് ഇത്രയധികം ഭൂമി കോടികളിലെ 10-15 കോടി രൂപ വരുന്ന സാധനങ്ങൾ കുടിക്കല്ലേ? അതിനെ കൊടുത്ത് വ്യാജരേഖ കൊടുത്തില്ല. അത് മാത്രമല്ല, വ്യാജരേഖത്തിന് ശരിയാണെന്ന് വരുത്തിയിരിക്കുക. അതൊക്കെ വേറെ കാര്യമാണ്. ഈ ജനങ്ങളെ പിടിക്കുക, ഈ നാടിനെ പിടിക്കുന്ന രീതിയിലുള്ള എല്ലാ ഉറപ്പുകളും ഉപയോഗിച്ചുള്ള ഏറ്റവും മോശമായ രീതിയിൽ തരുന്ന രീതിയിലാണ് ഈ കൗൺസിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. സംസാരിക്കാൻ സോമനടങ്ങുന്ന കൗൺസിൽ ഈ കമ്പനിക്ക് സൈറ്റ് മാറി കൊടുക്കാൻ എന്തുകൊണ്ട് നിന്നു? അപ്പൊ കുന്നോളം നഗരസഭയുടെ മുനിസിപ്പൽ ആക്ട് തലമുറയ്ക്ക് വിളിച്ചിരിക്കുന്നു. കുന്നോളം നഗരസഭ മുനിസിപ്പൽ കൗൺസിലർമാര് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ടാലും നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും ഈ വലിയ പുസ്തകം നമുക്ക് കിട്ടും. 2 പ്രാവശ്യം സോമൻ ഉൾപ്പെടെയുള്ള അന്നത്തെ ബഹുമാനപ്പെട്ട ചെയർമാനോ അടക്കമുള്ള ആളുകളിൽ നിന്ന് ഈ കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു. ആൽക്കോം കമ്പനി ഉടൻ തന്നെ പണി പൂർത്തീകരിക്കണമെന്ന്. നിയമവ്യവസ്ഥക്കനുസരിച്ച് പണി പൂർത്തീകരിക്കുന്നതിനെ അനുവദിക്കണം എന്ന അഭിപ്രായമുള്ളത് കരാർ വെബ്സൈറ്റ് ഏറ്റെടുക്കണം ഭൂരിപക്ഷ അഭിപ്രായത്തോടുകൂടി തുറക്കുളം മാർക്കറ്റ് നിർമ്മാണത്തെ കുറിച്ച് വിശദീകരിച്ച് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടു. ശരിയായ രീതിയിൽ കഴിഞ്ഞ 5 വർഷം അതിന്റെ കാലാവധി കഴിഞ്ഞ സമയത്ത് അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും 19/2/2015 കഴിഞ്ഞ ഭരണസമിതി മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ തുടർച്ചയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇനി അത് തള്ളിക്കളയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ അവരുടെ എഗ്രിമെന്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ എഗ്രിമെന്റ് ഈ 2014 പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ 36 മാസം എന്ന് പറഞ്ഞാലും അതിൽ ആ സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിന് ചില നിബന്ധന വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 മാസത്തേക്ക് 0.02%, പിന്നെ അവിടുന്ന് 180 ദിവസം തൊട്ട് വീണ്ടും 120 ദിവസം തൊട്ട് 180 ദിവസം വൈകി കഴിഞ്ഞാൽ അതിനെ ആദ്യം 0.01%, പിന്നെ 0.2%. 1 വർഷം നീണ്ടു നിന്നിട്ട് പണി നടത്തിയില്ലെങ്കിൽ 0.05% ഈടാക്കാൻ പറഞ്ഞിട്ട് പിഴ. അപ്പൊ ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അംഗീകരിച്ച് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഗവൺമെന്റിലേക്ക് ആ അംഗീകാരം കിട്ടി കഴിഞ്ഞാൽ കാലാവധിയുടെ കുറയ്ക്കുകയും സംഖ്യ വർദ്ധിപ്പിക്കുകയും പ്രതിപക്ഷത്തുനിന്ന് ഉന്നയിച്ചിട്ടുള്ള ഈ കാലാവധിയുടെയും സംഖ്യയുടെയും കാര്യത്തിൽ കൗൺസിൽ ഒരു ഏക സമീപനം ഉണ്ടാവും, സമവായം ഉണ്ടാവും. അവർക്ക് കൊടുക്കാനില്ല. ഇപ്പൊ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അപ്രൂവൽ കിട്ടി. ഷാജി പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ല ഒരു നല്ല അഭിപ്രായമായിട്ട് ഷാജി പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ അഭിപ്രായം പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം ഈ സർക്കാരിന്റെ കൗൺസിലിനകത്ത് കുന്നംകുളത്തെ കോൺഗ്രസ് എടുത്ത നിലപാട് ഒരു വികസന വിരോധത്തിന്റെ നിലപാടുകൾ അവരുടെ ചെയർമാൻമാരെ തന്നെ തള്ളി പഴയ കൗൺസിലർമാരൊക്കെ തള്ളി പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM and Sons, Dindigul. Zone distributor Roja Agencies, Kunnamkuളം. Phone 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളത്തെ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് RMP. കുന്നംകുളം നഗരസഭ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണ അഴിമതി വിജിലൻസ് അന്വേഷണം വേണമെന്ന് RMP അംഗങ്ങളായ സോമൻ ചെറുകുന്ന്, PK ബിനീഷ്, ബീന രവി എന്നിവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ടെൻഡറിൽ പങ്കെടുക്കാത്ത കമ്പനിയാണ് ഇപ്പോൾ നിർമ്മാണ കമ്പനിയായി രംഗത്ത് വന്നിട്ടുള്ളതെന്ന് RMP ആരോപിച്ചു. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കഴിഞ്ഞ 5 വർഷം RMP UDF ഭരണത്തിന് പിന്തുണ നൽകിയിരുന്നുവെങ്കിലും കരാറിലെ ചതിക്കുഴികൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മത്സ്യവിപണനത്തിൽ കേരളത്തിൽ 3ാം സ്ഥാനത്തുള്ള മാർക്കറ്റാണ് കുന്നംകുളം. കോടികളുടെ മത്സ്യവിപണനമാണ് കുന്നംകുളത്ത് നടക്കുന്നത്. BOT കരാറിന് പിന്നിലെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ RMP വിജിലൻസിനെ സമീപിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ നയനാർ റോഡിൽ നടക്കുന്ന കാന നിർമ്മാണം അശാസ്ത്രീയമെന്ന് വ്യാപക പരാതി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ പഴഞ്ഞി ചെറുതുരുത്തി റോഡിലെ നയനാർ റോഡിൽ നടക്കുന്ന കാന നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. വർഷങ്ങളായി മഴക്കാലത്ത് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുക പതിവാണ്.
ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇത്തവണ കാന നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. ആകെ 10 അടി മാത്രം വീതിയുള്ള ഈ റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് കാന നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായതോടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പുതിയതായി പണിതീർത്ത റോഡിൽ എതിർഭാഗത്തുള്ളവർ അവരുടെ വീട്ടിലുള്ള വെള്ളം ഒഴുകി പോകാൻ റോഡ് മുറിച്ച് കാനയിലേക്ക് പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിലൂടെ മലിനജലം പോലും വരുമോ എന്ന പേടിയിലാണ് ജനങ്ങൾ. ഈ കാനയിലെ വെള്ളം പാടത്തേക്ക് ഒഴുക്കുന്നത് റോഡിലൂടെയാണ്. ഇതോടെ ആ റോഡും നശിക്കും. മാത്രമല്ല, കാനയിൽ ജലം കെട്ടിനിന്നാൽ അത് കൊതുകുകൾ ഉൾപ്പെടെയുള്ളവ വർദ്ധിക്കാനും രോഗം പരത്താനും ഇടയാക്കും. അശാസ്ത്രീയമായ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് പൈപ്പുകൾ കാനയിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. വിപണി അടയ്ക്ക പഴയത് 4000 രൂപ മുതൽ 4450 രൂപ വരെ, പുതിയത് 4200 രൂപ മുതൽ 4350 രൂപ വരെ, രണ്ടാം തരം 3000 രൂപ മുതൽ 3375 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പിലാവിൽ വീട് കുത്തി തുറന്ന് ഇന്നോവ കാർ മോഷ്ടിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന പ്രതിഭോത്സവത്തിന് സമാപനമായി. കുന്നംകുളത്തെ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണം BOT വ്യവസ്ഥയിൽ പുനരാരംഭിച്ചു. കുന്നംകുളത്തെ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് RMP. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ നയനാർ റോഡിൽ നടക്കുന്ന കാന നിർമ്മാണം അശാസ്ത്രീയമെന്ന് വ്യാപക പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.